ഹായ്, എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത്? റിസർച്ച് ചെയ്യേണ്ട ആവശ്യകത എന്താണ്? റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫോർത്ത് ഇയർ BSc MLT സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നാലാമത് വരുന്ന ഒരു സബ്ജക്റ്റാണ് പ്രൊജക്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ റിസർച്ച്. ഈ റിസർച്ച് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വേർഡ് ചേർന്നിട്ടാണ് റിസർച്ച് ഉണ്ടായിരിക്കുന്നത്. റീ എന്ന് പറഞ്ഞ വേർഡും സെർച്ച്. റീ എന്ന് പറഞ്ഞാൽ വീണ്ടും, സെർച്ച് എന്ന് പറഞ്ഞാൽ അന്വേഷണം. അപ്പോൾ വീണ്ടും അന്വേഷിക്കുക എന്നുള്ളതാണ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അന്വേഷിക്കുന്നത്? ഒരു സൊല്യൂഷനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലത്തിന് പുറകെ ഉള്ള നമ്മുടെ അന്വേഷണത്തിനെയാണ്, അല്ലെങ്കിൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷന് പുറകെ ഉള്ള നമ്മുടെ അന്വേഷണത്തിനെയാണ് നമ്മൾ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാവും. ക്ലിനിക്കൽ പോസ്റ്റിംഗ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, നമ്മുടെ ലാബിൽ നിൽക്കുമ്പോൾ അവിടെ കുറേ ലബോറട്ടറി ടെക്നിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ കുറച്ച് പ്രോബ്ലംസ് കാണാൻ സാധിക്കാറുണ്ട്. അപ്പം അങ്ങനെ സാധിക്കുന്ന പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് റിസർച്ച് കൊണ്ടുള്ള ഉദ്ദേശം. ഇപ്പോൾ BSc MLT സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലബോറട്ടറി പ്രൊസീജിയർ അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നിക്സ്, ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിനകത്തൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലത്തിന്റെ സൊല്യൂഷനായിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ റിസർച്ചുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് റിസർച്ചിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്കൊരു പ്രൊജക്റ്റ് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഒരു സബ്ജക്റ്റ് ആണ്, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഞാനൊരു കേസ് പറയാം. ആ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് ക്ലിനിക്കൽ റിസർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ BSc MLT സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമുക്കൊരു റിസർച്ച് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ലാബിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ മെയിനായിട്ട് ചെയ്യുന്ന H. പൈലോറി അല്ലെങ്കിൽ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിന്റെ ഡിറ്റക്ഷൻ ചെയ്യുന്നത് അവരുടെ പേഷ്യന്റിന്റെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബയോപ്സി കളക്ട് ചെയ്ത് അത് ഹിസ്റ്റോപത്തോളജി ലാബിലേക്ക് സെൻഡ് ചെയ്ത് അവിടെ വെച്ചിട്ട് പ്രോസസ്സ് 1-2 ദിവസത്തെ പ്രോസസ്സ് ഉണ്ടാവും. സെൽ ബ്ലോക്ക് പ്രിപ്പയർ ചെയ്യണം, പിന്നെ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ് പിന്നെ സെക്ഷൻ എടുക്കണം, പിന്നെ സ്റ്റെയിൻ ചെയ്യണം, മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യണം. ഇത്രയും പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ഏകദേശം 1-2 ദിവസം പിടിക്കും. അപ്പോൾ ഇത്രയും ദിവസം പിടിക്കുന്ന ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഡയഗ്നോസിസ് ആണ്. അതായത് ആ പേഷ്യന്റിന് എന്ത് കാരണമാണ് ആ ഒരു അസുഖം വന്നത് എന്ന് ഏറ്റവും വേഗത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നിലവിലുള്ള ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് എന്തോ സംഭവിക്കുന്നത്, 2 ദിവസം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി മാത്രം 2 ദിവസം എടുക്കും. അപ്പോൾ നമ്മുടെ അവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം കാണുമ്പോൾ ആ ഒരു പ്രോബ്ലത്തിന് ഉള്ള ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ അവിടെ ഒരു റിസർച്ചിന്റെ ആവശ്യകത വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡയഗ്നോസ്റ്റിക് മെത്തേഡിന്റെ ടൈം റെഡ്യൂസ് ചെയ്ത് വളരെ വേഗത്തിൽ പേഷ്യന്റിന്റെ അസുഖം ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ്മെന്റ് വളരെ വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും ആണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഒരു ലബോറട്ടറി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ H. പൈലോറിക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി വേറെ കുറെ മെത്തേഡ്സ് നമ്മൾ തിയറി സൈഡിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ തിയറി സൈഡിൽ പഠിക്കുന്ന മെത്തേഡിൽ ഒരു മെത്തേഡാണ് റാപ്പിഡ് യൂറിയസ് മെത്തേഡ്. അപ്പോൾ റാപ്പിഡ് യൂറിയസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂറിയസ് എന്ന് പറയുന്ന ഒരു മീഡിയം പ്രിപ്പയർ ചെയ്യുകയും ഈ സാമ്പിൾ, പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാമ്പിൾ ഈ യൂറിയസ് മീഡിയത്തിലേക്ക് പ്ലേസ് ചെയ്യാന്നാൽ ആ യൂറിയസ് മീഡിയത്തിന്റെ കളർ ചേഞ്ച് ഉണ്ടാവും, വളരെ വേഗത്തിൽ തന്നെ കളർ ചേഞ്ച് ഉണ്ടാവും. അത് ചിലപ്പോൾ അത് മിനിറ്റുകൾ കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മണിക്കൂർ കൊണ്ട് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അതായത് നിലവിലത്തെ ഒരു ടെക്നിക്കിനെ അപേക്ഷിച്ച് വളരെ വേഗത്തിലായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് എത്രമാത്രം എഫക്റ്റീവ് ആകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠനം നടത്തണം. അതായത് ഈ നിലവിലുള്ള ടെക്നിക്ക് വഴി കിട്ടുന്ന ഡയഗ്നോസ്റ്റിക് റിസൾട്ടും നമ്മൾ ചെയ്ത് കിട്ടുന്ന ഡയഗ്നോസ്റ്റിക് റിസൾട്ടും ആക്യുറേറ്റ് ആണോ, രണ്ടും കോറിലേറ്റ് ആയിട്ട് വരുന്നുണ്ടോ ഇല്ലെന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം. അപ്പോൾ സ്റ്റഡി ചെയ്യുന്നതിന്റെ ഫലമായിട്ടായിരിക്കും നമുക്ക് രണ്ടിന്റെയും റിസൾട്ട് ഏകദേശം ഒരുപോലെ വരികയും പിന്നെ അതിനകത്തുള്ള നമ്മൾ കുറെ അനാലിസിസും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് നല്ലതാണെന്ന് ഫൈനലൈസ് ചെയ്ത് നമ്മൾ പറയുന്നത്.
അപ്പോൾ ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനായി. അപ്പൊ അങ്ങനെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കണം നമ്മളൊരു പ്രൊജക്റ്റ് ടോപ്പിക് എടുക്കുന്നത്. ഇപ്പൊ ഒരു പ്രൊജക്റ്റ് ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ ലാബിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസിനെ ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് FBS, PPBS അല്ലെങ്കിൽ RBS അല്ലെന്നുണ്ടെങ്കിൽ HbA1c പോലുള്ള ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയബറ്റീസിന്റെ ഡയഗ്നോസിസ് ചെയ്യുന്നത്. അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, HbA1c പോലുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയബറ്റീസിനെ ഡയഗ്നോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡയബറ്റീസിന്റെ മോണിറ്ററിങ്ങും കാര്യങ്ങളും ഈ പാരാമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിലവിൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഈ പറയുന്ന ഇതല്ലാണ്ട് ഈ ഷുഗറുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡയബറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഉണ്ടോ, വേറെ ഏതെങ്കിലും പാരാമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് ഷുഗറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ഡയബറ്റീസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യണം, നമുക്കറിയണം. അതുപോലെ തന്നെ നമ്മൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു, ഇപ്പൊ ഒരു ക്ലിനിക്കൽ റിസർച്ചിന് ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. അതായത് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്കൊരു നോളജ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പൊ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിന്റെയും ഒരു ഐഡിയ നമുക്കുണ്ടാകണം. അപ്പൊ ഈ ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുമായിട്ട് അങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ബയോകെമിക്കൽ പാരാമീറ്റേഴ്സിനകത്താണ് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിക് പാത്വേക്കകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പൊ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചാൽ മാത്രമേ നമുക്ക് ഏത് പാരാമീറ്റർ എടുത്തു കഴിഞ്ഞാലാണ് ഡയബറ്റീസിനെ വേഗത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്ത് ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല രീതിക്കുള്ള ഒരു നോളജ്, ഒരു ഇൻഡെപ്ത് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ട് നിലവിൽ കുറെ പ്രൊജക്റ്റുകൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ നിലവിൽ നടന്നിട്ടുള്ള ഡയബറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നിലവിൽ നടന്നിട്ടുള്ള ക്ലിനിക്കൽ റിസർച്ചുകളെ കുറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മുടെ കോളേജിലുള്ള ലൈബ്രറി യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഡയബറ്റീസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും. പിന്നെ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ നടത്തിയിട്ടുള്ള പ്രൊജക്റ്റുകളെ കുറിച്ച് നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് ഓരോ ആൾക്കാരും ചെയ്ത പ്രൊജക്റ്റിന്റെ സമ്മറി കിട്ടും. ആ പ്രൊജക്റ്റ് എടുത്തിട്ട് അവർ ചെയ്തത് എന്താണ് ചെയ്തത്, അവരത് ചെയ്തതിന്റെ കൺക്ലൂഷനായിട്ട് അവർക്ക് എന്താണ് കിട്ടിയത്, അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് തന്നെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അവർ ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ ചെയ്യണം. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ലാബിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഒരു ടോപ്പിക് എടുത്ത് റാൻഡം ആയിട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറം നമ്മുടെ ലബോറട്ടറീസിൽ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റിനെ നമ്മുടെ റെസ്യൂമിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂയുടെ സമയത്ത് നമ്മുടെ CV-ക്കകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കുക, അത് ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് നോളജ് നമുക്ക് ഉണ്ടാകുക. അപ്പൊ നമ്മുടെ ലാബിൽ ഞാൻ ഇനി വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇന്ന ലാബിൽ ഞാൻ ആയിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുക എന്നുള്ളതൊക്കെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു തരത്തിൽ വേണം നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യാനും പഠിക്കാനും സൊല്യൂഷൻ കണ്ടെത്താനും. ഓക്കെ, ഇനി ഓരോ സബ്ജക്ട് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനകത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വീഡിയോസിനകത്ത് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം.